ഹലോ എവരിബഡി, വെൽക്കം ടു ഡെൻറ്റ് ഈസി വിത്ത് എം ജെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് അനാട്ടമിയിലെ മസിൽസ് ഓഫ് മാസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ്. മസിൽസ് ഓഫ് മാസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ മാസ്റ്റിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലുകൾ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ മാസ്റ്റിഗേഷന് വേണ്ടിയിട്ട് 2 ടൈപ്പ് മസിലുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ മസിലുകളും മറ്റത് ആക്സസറി മസിലുകളുമാണ്. പ്രിൻസിപ്പൽ മസിലുകൾ പെയർഡായിട്ടാണ്, 4 മസിലുകളാണ്, പെയർഡായിട്ടുള്ള മസിലുകളാണ് പ്രിൻസിപ്പൽ മസിലുകളിൽ വരുന്നത്. അത് മസേറ്റർ, ടെമ്പോറാലിസ്, മീഡിയൽ ടെറിഗോയിഡും അതുപോലെ തന്നെ ലാറ്ററൽ ടെറിഗോയിഡുമാണ്. ഇനി ആക്സസറി മസിലുകളിൽ വരുന്നത് ബക്സിനേറ്റർ, ഡൈഗാസ്ട്രിക് മൈലോഹയോഡ് ആൻഡ് ജീനിയോഹയോഡ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഈ ചിത്രം വരച്ചിരിക്കണം. അനാട്ടമിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ചിത്രം വരയ്ക്കുന്നതിലൂടെയാണ്. അപ്പോൾ ആ പടം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസേറ്റർ മസിലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ആ ഒരു മസിലിനെയാണ് നമ്മൾ മസേറ്റർ മസിൽ എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള മസിലാണ് ഈ പറഞ്ഞ മസേറ്റർ മസിൽ എന്ന് പറയുന്നത്. ഇനി ഇവർ ഒറിജിൻ ചെയ്യുന്നത് 3 ഭാഗങ്ങളിൽ നിന്നാണ്. സൂപ്പർഫിഷ്യൽ ഭാഗത്തു നിന്നും, മിഡിൽ ഭാഗത്തു നിന്നും, ഡീപ്പ് ഭാഗത്തു നിന്നുമാണ്. 3 ഭാഗങ്ങളാണ് പറയുന്നത്. സൂപ്പർഫിഷ്യൽ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സൈഗോമാറ്റിക് ആർച്ചിൻ്റെ ആൻറ്റീരിയർ 2/3 നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യണത്. ഇനി മിഡിൽ ഭാഗം എന്ന് പറയുന്നത് പോസ്റ്റീരിയർ 1/3 ഓഫ് സൈഗോമാറ്റിക് ആർച്ചിൽ നിന്നും, ഡീപ്പ് ഭാഗം സൈഗോമാറ്റിക് ആർച്ചിൻ്റെ ഡീപ്പ് സർഫസിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫേസിലെ ചീക്കിൻ്റെ ഭാഗത്തായിട്ടാണ് മെയിൻലി നമ്മൾ ഈ മസേറ്റർ മസിൽ കാണുന്നത്. നമ്മൾ ച്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി നമ്മൾ ഈ സൈഡ് വെച്ചിട്ടല്ലേ നമ്മൾ ചവയ്ക്കുന്നത്. അപ്പം ഈ ച്യൂവിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മുടെ മസേറ്റർ മസിൽ ഹെൽപ്പ് ചെയ്യണത്. ഇനി ഈ മസേറ്റർ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് കയറുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ റാമസ് ഓഫ് മാൻഡിബിളിൻ്റെ ലാറ്ററൽ ആയിട്ടുള്ള സർഫസിലേക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യണത്. ഇനി ഇവിടെ ഏത് നെർവ്സാണ് സപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കും. പേരിലുള്ള പോലെ തന്നെ മസേറ്ററിൻ്റെ അവിടേക്കുള്ള നെർവ് സപ്ലൈ ചെയ്യുന്നത് മസേട്രിക് ആയിട്ടുള്ള ബ്രാഞ്ച് ഓഫ് മാൻഡിബുലാർ നെർവാണ്. ആൻറ്റീരിയർ ഡിവിഷൻ ഓഫ് മാൻഡിബുലാർ നെർവ്സിൻ്റെ മസേട്രിക് ആയിട്ടുള്ള ബ്രാഞ്ചാണ് ഈ മസേറ്റർ മസിലിലേക്ക് നെർവ് സപ്ലൈ ചെയ്യണത്. ഇനി നമുക്ക് അവരുടെ ആക്ഷനെ കുറിച്ച് പറയാം. മെയിനായിട്ട് മാൻഡിബിളിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ടില്ലേ, എലിവേഷൻ ഓഫ് മാൻഡിബിളും പ്രൊട്രാക്ഷൻ ഓഫ് മാൻഡിബിളും റിട്രാക്ഷൻ ഓഫ് മാൻഡിബിളുമാണ് മെയിനായിട്ട് നമ്മുടെ മസേട്രിക് മസിൽസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എലിവേഷൻ ഓഫ് മാൻഡിബിൾ, പ്രൊട്രാക്ഷൻ ഓഫ് മാൻഡിബിൾ ആൻഡ് റിട്രാക്ഷൻ ഓഫ് മാൻഡിബിളാണ് മസേറ്റർ മസിലിൻ്റെ ഫംഗ്ഷൻസ്. ഇനി ഈ മസേറ്റർ മസിൽസിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അവിടെ നെർവ്സിനൊക്കെ ഒരു ഡാമേജോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അപ്ലൈഡ് ആസ്പെക്റ്റ് ആണ് നമ്മളെന്ന് പറഞ്ഞാൽ ട്രിസ്മസ് എന്നതാണ് അപ്ലൈഡ് ആസ്പെക്റ്റ്. അപ്പോൾ ടോണിക് സ്പാസം ഓഫ് ബോത്ത് മസേറ്റേഴ്സ് ഇൻ ടെറ്റനസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ലൈഡ് ആസ്പെക്റ്റ് നമ്മൾ ഉൾപ്പെടുത്തണം മസേറ്റർ മസിലിനെ കുറിച്ചിട്ട് എഴുതുമ്പോൾ. അതിൽ വരുന്ന അപ്ലൈഡ് ആസ്പെക്റ്റ് ആണ് ട്രിസ്മസ് എന്ന് പറയുന്നത്. ഈ ട്രിസ്മസിന് നമ്മൾ ലോക്ക് ജോ എന്ന പേരിലും അറിയപ്പെടുന്നത്. ട്രിസ്മസ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ട് നമുക്ക് ജോ മൂവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വായൊന്ന് തുറക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ ട്രിസ്മസ് എന്ന് പറയണത്. നമുക്കൊരു 20 to 35 മില്ലിമീറ്റേഴ്സ് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ മൗത്ത്. നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഈറ്റിങ്ങിലും അതുപോലെ തന്നെ സംസാരിക്കാനും ബ്രഷ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. അതാണ് ട്രിസ്മസ്. അടുത്തതാണ് ടെമ്പോറാലിസ് മസിൽ. ടെമ്പോറാലിസ് മസിൽ നമ്മുടെ ടെമ്പോറൽ ബോണിൻ്റെ ഭാഗത്താണ് ഈ ടെമ്പോറാലിസ് മസിൽ കാണുന്നത്. ഇതൊരു ഫാൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു മസിലാണ്, ബൈപിന്നേറ്റ് ആയിട്ടുള്ള ഒരു മസിലുമാണ് ഈ ടെമ്പോറാലിസ് മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം നോക്കാം. ഇനി ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഈ ടെമ്പോറാലിസ് മസിൽസ് തന്നെ ടെമ്പോറൽ ഫോസയുണ്ട്. നമ്മൾ ടെമ്പോറൽ ബോണിൻ്റെ അവിടെയാണല്ലോ കാണുന്നത്. ഫ്ലോർ ഓഫ് ടെമ്പോറൽ ഫോസയിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇവർ എന്ത് ചെയ്യും? ഫ്രം ഓവർലൈങ് ടെമ്പോറൽ ഫേഷ്യ it covers the majority of temporal bone and lesser portion of the frontal and parietal bone. ടെമ്പോറൽ ബോണിൻ്റെ മേജർ ഭാഗത്തെ ഇവർ കവർ ചെയ്യുന്നുണ്ട്, ലെസ്സർ പോർഷൻ ഓഫ് ഫ്രോണ്ടൽ ആൻഡ് പറൈറ്റൽ ബോണിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇവർ എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൊറോണോയിഡ് പ്രോസസ് ഓഫ് മാൻഡിബിളിൻ്റെ കൊറോണോയിഡ് പ്രോസസ്സിലേക്കാണ് ഇവരെന്ത് ചെയ്യണത്, ഇൻസേർട്ട് ചെയ്യണത്. ഇനി നമുക്ക് ഇവരുടെ നെർവ് സപ്ലൈ പറയാം. മെയിനായിട്ട് ഡീപ്പ് ടെമ്പോറൽ ബ്രാഞ്ച് ഓഫ് എല്ലാത്തിലേക്കും സപ്ലൈ ചെയ്യണ മാൻഡിബുലർ നെർവാണ്, പക്ഷേ ഓരോ ബ്രാഞ്ചുകളാണെന്നേ ഉള്ളൂ. ഇവിടെ ടെമ്പോറൽ ബ്രാഞ്ചാണ്, മസേട്രിക് ആയിട്ടുള്ള ബ്രാഞ്ചാണ്. ഇനി ഇവരുടെ ഫംഗ്ഷനാണ് എലിവേഷൻ ഓഫ് മാൻഡിബിൾ ആണ്, റിട്രാക്ഷൻ ഓഫ് മാൻഡിബിൾ ആണ് അവരുടെ ആക്ഷൻസ് ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് മീഡിയൽ ടെറിഗോയിഡ് ആയിട്ടുള്ള മസിലിനെ കുറിച്ചിട്ടാണ്.
ഇവർ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിട്ടുള്ള മസിലാണ്. ഇനി ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് 2 ഹെഡിൽ നിന്നുണ്ട്. ഒരു സൂപ്പർഫിഷ്യൽ ഹെഡിൽ നിന്നും വരുന്നുണ്ട്, ഒരു ഡീപ്പായിട്ടുള്ള ഹെഡിൽ നിന്നും വരുന്നുണ്ട്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ചെറുതാണ്, ഡീപ്പ് ഹെഡ് എന്ന് പറയുന്നത് വലുതാണ്. സൂപ്പർഫിഷ്യൽ ഹെഡ് നമ്മുടെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? മാക്സിലയുടെ ട്യൂബറോസിറ്റിയിൽ നിന്നും ലാറ്ററൽ സർഫസ് ഓഫ് മെയ്ഡിൽ ടെറിഗോയ്ഡ് പ്ലേറ്റിൽ നിന്നുമാണ് സൂപ്പർഫിഷ്യൽ ഹെഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഡീപ്പ് ഹെഡോ? ഡീപ്പ് ഹെഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മീഡിൽ സർഫസ് ഓഫ് ലാറ്ററൽ ടെറിഗോയ്ഡ് പ്ലേറ്റിൽ നിന്നുമാണ്. ഇനി നമുക്ക് ഇവരുടെ ഇൻസേർഷൻ പഠിക്കാം. ഇൻസേർഷൻ എന്ന് പറയുന്നത് മീഡിൽ സർഫസ് ഓഫ് റാമസ് ഓഫ് മാൻഡിബിളിലേക്കാണ്, ബിലോ ആൻഡ് ബിഹൈൻഡ് ദ മാൻഡിബിള ഫോറാമൻ ആൻഡ് മൈലോഹൈഡ് ഗ്രൂവ് എന്നാണ് പറയുന്നത്. ഇനി മീഡിയൽ ടെറിഗോയ്ഡിൻ്റെ നെർവ് സപ്ലൈ എന്ന് പറയുന്നത് ബ്രാഞ്ച് ഫ്രം ട്രങ്ക് ഓഫ് മാൻഡിബുലർ നെർവിൽ നിന്നാണ് ഇവിടേക്കുള്ള നെർവ് സപ്ലൈ. ഇനി അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് മാൻഡിബിളിൻ്റെ എലിവേഷൻ, പ്രൊട്രൂഷൻ ഓഫ് മാൻഡിബിൾ, സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ഓഫ് നമ്മുടെ ചൂയി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതുമാണ് ഈ മീഡിയൽ ടെറിഗോയ്ഡിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ലാറ്ററൽ ടെറിഗോയ്ഡുള്ള മസിൽ. ഇതൊരു കീ മസിൽസ് ആണ് ഓഫ് ഇൻഫ്രാ ടെമ്പോറൽ റീജിയനിലെ കീ മസിലാണ്. ഒറിജിനേറ്റ് ചെയ്യുന്നത് 2 ഹെഡിൽ നിന്നാണ്. ഒരു അപ്പർ ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ലോവർ ഹെഡ് ഉണ്ടായിരിക്കും. അപ്പർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഫ്രാ ടെമ്പോറൽ സർഫസ് ആൻഡ് ഇൻഫ്രാ ടെമ്പോറൽ ക്രസ്റ്റ് ഓഫ് ഗ്രേറ്റർ വിങ് ഓഫ് സ്പിനോയിഡിൽ നിന്നുമാണ് അപ്പർ ഹെഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ലോവർ ഹെഡോ ലാറ്ററൽ സർഫസ് ഓഫ് ലാറ്ററൽ ടെറിഗോയ്ഡ് പ്ലേറ്റിൽ നിന്നുമാണ് ഈ ലോവർ ഹെഡ് എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഇൻസേർഷൻ പറയാം. ടെറിഗോയ്ഡ് ഫോവിയയിലേക്കാണ് ഇവർ ഇൻസേർഷൻ അറ്റ് ആൻറ്റീരിയർ സർഫസ് ഓഫ് നെക്ക് ഓഫ് മാൻഡിബിൾ. ഇനി ക്യാപ്സ്യൂൾ ആൻഡ് ആർട്ടിക്കുലർ ഡിസ്ക് ഓഫ് ടെമ്പോറോ മാൻഡിബുലർ ജോയിൻറ്റിലേക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഇൻസേർട്ട് ചെയ്യുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെ ടെമ്പോറോ മാൻഡിബുലർ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂളിലേക്കും ആർട്ടിക്കുലർ ഡിസ്കിലേക്കും ഇവർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ടെറിഗോയ്ഡ് ഫോവിയയിലേക്കും അറ്റ് ആൻറ്റീരിയർ സർഫസ് ഓഫ് നെക്ക് ഓഫ് മാൻഡിബിളിലേക്കും ഇവർ ജോയിൻ ചെയ്യുന്നുണ്ട്. നെർവ് സപ്ലൈ ആൻറ്റീരിയർ ഡിവിഷൻ ഓഫ് മാൻഡിബുലർ നെർവ്. ഇനി നമുക്ക് ഇവരുടെ ആക്ഷൻസ് പറയാം. മാൻഡിബിളിന് ഡിപ്രഷനാണ്, ഡിപ്രഷൻ ഓഫ് മാൻഡിബിൾ, പ്രൊട്രൂഷൻ ഓഫ് മാൻഡിബിളും അതുപോലെ തന്നെ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ഓഫ് മാൻഡിബിൾ. ഏകദേശം നമ്മുടെ മീഡിയൽ ടെറിഗോയ്ഡിൻ്റെ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിപ്രഷൻ ഓഫ് മാൻഡിബിൾ ആണ് ഒരു ഫംഗ്ഷൻ, പ്രൊട്രൂഷൻ ഓഫ് മാൻഡിബിൾ, സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് ഓഫ് മാൻഡിബിൾ. മെയിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ചിത്രം വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്, പാർട്സ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറിജിനും ഇൻസേർഷനും ആക്ഷനും നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് പ്രാവശ്യം 5 മാർക്കിനൊക്കെ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് ഈ മസിൽസ് ഓഫ് മാസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്. ബൈ.